കോഴിക്കോട് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ഇന്ധന ചോർച്ചയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്ലാന്റിന് ലൈസൻസ് പുതുക്കി നൽകരുതെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. ദൃശ്യ പുതിയിടത്തുണ്ട്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, നേരത്തെ പ്ലാന്റിൽ വാതക ചോർച്ചയുണ്ടായത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിരുന്നു. സമീപവാസികളൊക്കെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും അത്തരം ചോർച്ച കണ്ടതിനെ തുടർന്നാണോ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ ലൈസൻസ് പുതുക്കാനുള്ള സാധ്യതയില്ല. പ്ലാന്റിന്റെ പ്രവർത്തനം അവിടെ നിർത്തിവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? ജിൽസി, കഴിഞ്ഞ ഡിസംബർ 4-നാണ് എലത്തൂരിൽ ഇത്തരത്തിലുള്ള ഒരു ഡീസൽ ചോർച്ച ഉണ്ടായത്. അതന്ന് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കാരണം ചുറ്റും ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്, ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള ജലാശയങ്ങളിലേക്കും ഇതുകൂടാതെ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതിനുശേഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമാണ്. കാരണം ഇവർ മുന്നേയും ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിച്ചിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു പോസിറ്റീവായ മറുപടി ലഭിച്ചില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടാകുന്നത്. അത് ജനങ്ങളെ വലിയ രീതിയിൽ പ്രകോപിതരാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് താൽക്കാലികമായി അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു HCPL പ്ലാന്റിന് വലിയ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. അതിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി അടച്ചുപൂട്ടുക എന്നതാണ് ഇപ്പോഴുള്ള തീരുമാനം. കാരണം ഇതിൻ്റെ ലൈസൻസ് കാലാവധി ഡിസംബർ 31 ഇന്ന് തീരുകയാണ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ഇവർ ഈ ലൈസൻസിനായുള്ള നീക്കങ്ങൾ, ലൈസൻസ് പുതുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്ലാന്റ് അവിടെ വേണ്ട, അവർക്ക് പ്ലാന്റ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. താൽക്കാലികമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ച പ്ലാന്റ് അത് എന്നേക്കുമായി അടച്ചുപൂട്ടണം. അങ്ങനെ ഒരു പ്ലാന്റ് അവിടെ ആവശ്യമില്ല. കാരണം ജനങ്ങൾ അടുത്തടുത്തായി ജനങ്ങൾ വസിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ ഇങ്ങനൊരു പ്ലാന്റ് ഉണ്ടാവുന്നത് ഈ ഒരു ചോർച്ച ഉണ്ടായ സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടായാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ മുൻകൂറായി ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. അതൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് പൂർണ്ണമായും അടച്ചു പൂട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ജിൽസി.